കേരളത്തിലെ നെൽകൃഷിക്കാർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന എക്സ്ട്രാ ബോണസുകൾ ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം പൊതുവെ മലയാളികളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. 1 കിലോ നെല്ലിന് കേന്ദ്ര സർക്കാർ നൽകുന്ന താങ്ങുവില 23 രൂപയ്ക്ക് തൊട്ടുമുകളിൽ വരുമ്പോൾ അതിനോടൊപ്പം സംസ്ഥാന സർക്കാർ 6 രൂപ 30 പൈസയോളം നൽകി 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ നെല്ല് കർഷകർക്ക് 30 രൂപ ഉറപ്പ് നൽകുന്ന സ്കീം ഇപ്പോൾ തുടരുന്നു. ഇതിനൊപ്പമാണ് 1 ഹെക്ടറിൽ നെൽകൃഷി ഇറക്കിയാൽ സംസ്ഥാന സർക്കാർ ഏകദേശം 18,700 രൂപയ്ക്ക് അധികം മറ്റു ചില ആനുകൂല്യങ്ങൾ ഓരോ കർഷകർക്കും നൽകി വരുന്നത്. നോക്കൂ, കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഒരു കാലത്തും മലയാളികൾക്ക് ആവശ്യമായ നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. 1970കളിൽ സംസ്ഥാനത്ത് 8,80,000 ഹെക്ടർ നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഏകദേശം 12 ലക്ഷം ടൺ നെല്ലുൽപാദനം നടത്തിയിരുന്നു. അതാണ് പടിപടിയായി കുറഞ്ഞ് ഇപ്പോൾ ഏകദേശം 2 ലക്ഷം ഹെക്ടറിൽ മാത്രം നെൽകൃഷി ഇറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നെൽപ്പാടങ്ങൾ തകരുന്നത് സംസ്ഥാനത്ത് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും നെല്ലുൽപാദനത്തെ ഒരു പരിധിവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമ്പോഴും മലയാളികൾക്ക് ഒരു വർഷം മൊത്തം ആവശ്യമായ 45 ലക്ഷം ടൺ നെല്ല് ഉൽപാദനത്തിൽ കേരളം ഉൽപ്പാദിപ്പിക്കുന്നത് കേവലം 5-5.5 ലക്ഷം ടൺ നെല്ല് മാത്രമാണ്. ബാക്കി 90% നെല്ലും നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ പരമാവധി കർഷകരെ, അവശേഷിക്കുന്ന കർഷകരെയും നെൽകൃഷിയിൽ നിലനിർത്താൻ ആവശ്യമായ പദ്ധതികൾ എന്ന അർത്ഥത്തിലാണ് സംസ്ഥാന സർക്കാർ അവരുടെ കയ്യിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ കേന്ദ്ര സർക്കാർ 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ കർഷകർക്ക് 23 രൂപ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം 6 രൂപ 33 പൈസയോളം സംസ്ഥാന സർക്കാർ അവരുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ മലയാളികൾ കൊടുക്കുന്നു. ഒപ്പം 1 ഹെക്ടർ നെൽകൃഷി നടത്തുന്നവർക്ക് 18,700 രൂപ നൽകുന്നു. ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടായിരിക്കാം പറയുന്നത്? നമുക്കറിയാമല്ലോ, വടക്കേ ഇന്ത്യയിൽ ഒരു കർഷക തൊഴിലാളിക്ക് ശരാശരി, കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പറയുന്നത് ശരാശരി അവരുടെ ഒരു ദിവസത്തെ വേതനം 280 മുതൽ 320 രൂപ മാത്രമാണെന്നിരിക്കെ കേരളത്തിൽ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ഏകദേശം 850 മുതൽ 890 രൂപ കൊടുക്കുന്നു സർക്കാരിൻ്റെ കണക്ക് പറയുന്നു. അപ്പോൾ കേരളത്തിൽ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഉയർന്ന വേതനം കൊടുക്കുന്നു. അതിനെ മറികടക്കുന്നതിൻ്റെ ഭാഗമായി, ചെലവ് മറികടക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സ്വന്തം ഫണ്ടിൽ നിന്ന് കുറച്ചധികം പണം കർഷകർക്ക് കൊടുക്കുമ്പോൾ ഇനി മുതൽ കേന്ദ്ര സർക്കാർ പറയുന്ന തുകയ്ക്ക് മുകളിൽ എന്തെങ്കിലും അധികമായി സംസ്ഥാന സർക്കാർ അവരുടെ ഉത്തരവാദിത്തത്തിൽ കൊടുക്കേണ്ടതില്ല എന്ന് BJP കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതിൻ്റെ പിന്നിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ തീരുമാനം പുറത്തു വരുന്നത് ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാർ ഒപ്പിട്ട ആ ചുറ്റുപാടിലാണ്, തീരുമാനമുണ്ടായ സാഹചര്യത്തിലാണ്. അതുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം കൂടുതൽ സബ്സിഡി നെല്ലിന് കൊടുക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണോ മലയാളികളെ ഇത്തരത്തിൽ ആക്രമിക്കുവാൻ, മറ്റൊരു രീതിയിൽ ആക്രമിക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, കേരളം പല കാര്യങ്ങളിലും കാണിക്കുന്ന മനുഷ്യത്വ സഹജമായ ചില സമീപനങ്ങൾ, ഉയർന്ന വേതനം കൊടുക്കുന്നു, കർഷകരുടെ നഷ്ടങ്ങൾ കുറച്ചധികം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു. ഇപ്പൊ പെൻഷന്റെ കാര്യം എടുത്താൽ പോലും കേന്ദ്ര സർക്കാർ ഒരു ഡിഫറൻഷ്യലി ഏബിൾ ആയ ഒരാൾക്ക് 500 രൂപ വീതമാണ് മാസം കൊടുക്കുന്നെങ്കിൽ സംസ്ഥാനം 2,000 കൊടുക്കുന്നു. ഇങ്ങനെ വിവിധ മേഖലകളിൽ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഉയർന്ന ക്ഷേമ പദ്ധതികളും മറ്റും നടപ്പാക്കുമ്പോൾ നെല്ല് കർഷകർക്ക് അധികമായി സംസ്ഥാനം കൊടുക്കുന്ന വിഹിതം കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്രം തീരുമാനിക്കുന്നത് വളരെ വളരെ അനാരോഗ്യകരമായ ചില രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയണം.